ഇവിടെ ഫ്രാങ്ക്ലിനെ നിന്നെ കുറെ കാലമായിട്ട് നോക്കിക്കണം. മര്യാദക്ക് എന്റെ 50 ലക്ഷം കൂടി താടെ. ഇത്ര കാലായി നീ തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ടിട്ട് മര്യാദക്ക് തന്നല്ല ഞാൻ ഇടിച്ചു കൊല്ലും പന്നി. മര്യാദക്ക് താടന്റെ പൈസ. ചേട്ടാ തരാ, ടൈം ഉണ്ടല്ലോ, ഞാൻ ഈ ചേട്ടൻ പറഞ്ഞ ടൈമിൽ തരാം. എനിക്ക് ടൈമൊന്നുമില്ല. മര്യാദക്ക് ഇങ്ങോട്ട് പൈസ തരണം. അത് എന്റെ നല്ല വെച്ച് ചാവാനാണ് എന്റെ പ്ലാന്. ചേട്ടാ അടി വയ്യേട്ടാ, പൈസയും തരുന്നേലും 2 ദിവസത്തിനുള്ളിൽ തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. നീ എന്റെ പൈസ വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കരുന്നില്ലേ? അങ്ങനെ തന്നെ ആണോടാ നിനക്ക്. നിന്നെ കുറെ കാലായി നോക്കിയൊക്കെ. അയ്യോ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ഞാൻ എന്താ കാറിന്റെ മേലെ ചെങ്ങായിക്ക് പൈസ കൊടുക്കാത്തതിന് ആളിന്നെ എന്തൊക്കെ കാട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് എന്റെ ബോധം പോയി, തലക്കൊരു ഇട്ടിട്ട് ബോധം പോയി. എന്തായാലും അവനക്കുള്ള പൈസ ഇന്ന് തന്നെ എങ്ങനെയും ഒപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവന് ഗുണ്ടനെ വിട്ടിനെ അടിക്കുന്ന പറയുന്നത്. എന്തായാലും നമുക്ക് അവനക്കുള്ള പൈസ കൊടുക്കാം. അവനായിട്ട് റിവെഞ്ച് ചെയ്യാൻ എടുക്കും. എന്തായാലും എനിക്ക് ഓനെ അടിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇപ്പൊ നമ്മളെ വണ്ടിക്കുന്ന പൈസ വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കണാണ്. അന്ന് സൂപ്പർമാൻ ആയ പോലെ നമുക്ക് ഹൾക്കാവാൻ പറ്റിയെന്നുണ്ടെങ്കില്ല ഓനെ അടുത്തെറിയും. എന്തോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഫോണിൽ, എടുത്തോക്കട്ടെ. ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി നമുക്ക് ഹൾക്കിന്റെ സ്യൂട്ടും പവറും കിട്ടുമോ? റിയൽ ആണോ? അന്ന് നമുക്ക് സൂപ്പർമാന്റെ സ്യൂട്ടും പവർ കിട്ടിയില്ല, അതേപോലെയാണോ? നോക്കിയാക്കാം. നമുക്ക് എന്തായാലും ഡിസ്ട്രോയ് 3 ലംബോർഗിനി കാർസ്. അങ്ങനെ എന്തായാലും ഉണ്ടാവും ഗൈസ്. ഏതെങ്കിലും കാറ് 3 നശിപ്പിക്കാൻ പറയും. എന്തായാലും നമുക്ക് ചെയ്തേക്കാം. ഇനി രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾ വിചാരിക്കണം. അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക ഗൈസ്, എന്നാലേ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾ ചെയ്ത് വിചാരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് വിചാരിക്കണം. നമുക്ക് എന്തായാലും നേരെ ലംബോർഗിനി നശിപ്പിക്കാൻ പോവാ. സെക്കൻഡ് ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഇനി ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാ. ഇവിടെ ലംബോർഗിനി കാർസ് കാണാമല്ലോ. നമുക്ക് എന്തായാലും ഈ ഫോർച്യൂണർ കയറിയിട്ടേ ലംബോർഗിനി കാർ തപ്പി നടക്കാം. നമുക്ക് എന്തായാലും ഈ ഫോർച്യൂണർ എടുത്തിട്ട് നേരെ ലംബോർഗിനി തപ്പി ഇറങ്ങാം. ബാക്ക് വഴി പോയാൽ എന്തായാലും കിട്ടും ഗൈസ്. ഈ വഴി പോയാലേ എന്തായാലും ലംബോർഗിനി കിട്ടാണ്ടിരിക്കില്ല. ഇതേ കൂടെ കൂടുതൽ ആൾക്കാർ ലംബോർഗിനി ഓടിച്ചു പോകും. ഇവിടെ കോളനിയാണ് ലംബോർഗിനി, ഇവിടെ നശിപ്പിച്ചാൽ സീനൊന്നുമില്ല. ഇവിടെ നമ്മളെ നാട്ടിലുണ്ടല്ലോ 800 പോലെ ഇവിടെ ഓരോരുത്തർ ലംബോർഗിനി ഓടിച്ചെടുക്കണ്. നമുക്ക് എന്തായാലും ഈ ലംബോർഗിനി തന്നെയാണ് നശിപ്പിക്കുക. നമ്മൾ RPG എടുക്കുക. ചേട്ടാ ഒന്ന് വണ്ടി നശിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും തോന്നല്ലേ. എന്നാ പിടിച്ചോ. ഓക്കെ, നമ്മളെന്തായാലും ആ ലംബോർഗിനി നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ലംബോർഗിനി നശിപ്പിച്ച് ഇനി 2 കൂടി വേണം. ശരി, നമ്മളെ വണ്ടിയും എത്തിയ നമുക്ക് ഇനി വേറെ വണ്ടി നോക്കിയിട്ടേ അടുത്ത ലംബോർഗിനി നോക്കി പോവാ. ഇവിടെ ലംബോർഗിനി ഉണ്ടാവില്ല. ഇനി അപ്പുറത്തെ സൈഡിലൊക്കെ പോകേണ്ടി വരും. ചേട്ടാ ആ വണ്ടി ഒന്ന് തരുമോ? 2 മിനിറ്റ്, ഞാൻ വീട്ടിൽ തന്നെ കൊടുന്നേരം. അഡ്രസ്സ് എവിടെയെന്നൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ടേ ലംബോർഗിനി നോക്കി പോവാം. ഇനി എവിടെയാണ് അടുത്ത ലംബോർഗിനി? നമുക്ക് എന്തായാലും നോക്കേണ്ടി വരും ഇങ്ങനെ. അപ്പൊ അടുത്ത ലംബോർഗിനി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100K ആണ്. ഇനി ഒരു 29K കൂടി മതി നമുക്ക് 100K അടിക്കാം. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മിക്കവാറും ബീച്ച് സൈഡിലായിട്ടുണ്ടാവും ഗൈസ് ലംബോർഗിനി. നമുക്ക് എന്തായാലും ഈ വഴി പോവാ ബീച്ചിലേക്ക്. അവിടെ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. ഞാൻ എന്തായാലും പോയി നോക്കിയേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഉണ്ടാവും എന്തായാലും. ഓക്കെ, വന്ന് മുഞ്ചുക. ഇവിടെ കാണാനുള്ള നമുക്ക് വന്ന വഴി തന്നെ വിടുക. എവിടെയൊക്കെ ഉണ്ടാവും ലംബോർഗിനി. അവിടെ തന്നെ നമുക്ക് ഒന്നും കൂടി തപ്പേണ്ടി വരും. ആവശ്യമുള്ള സമയത്ത് ഒരു കുരിപ്പുകൾ ലംബോർഗിനിയിൽ കാണില്ല. അല്ലാത്ത നേരത്തൊക്കെ ഇങ്ങനെ നടക്കണ കാണാം. നമുക്ക് എന്തായാലും അടുത്ത ലംബോർഗിനി ഒന്ന് നോക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത ലംബോർഗിനി സ്പോട്ട് ഇട്ട് ഗൈസ്. ഇതേ നമ്മളെ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. ചെങ്ങായിക്ക് വണ്ടി ഓടിക്കാറില്ല തോന്നുന്നുണ്ട്. നല്ല മെല്ലനെ പോണത്. എന്തായാലും നമ്മൾ കിട്ടിയ എന്തായാലും ഭാഗ്യം. നമുക്ക് എന്തായാലും RPG എടുക്കാൻ നേരെ അതും കൊണ്ട് പൊട്ടിച്ച് കളയാം. അതൊക്കെ അത്ര ഉള്ളു കേസ്. പൊട്ടിച്ച് കളയണേന് എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലട്ടോ. നമ്മളെ ടാസ്കിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ പൊട്ടിച്ച് കളയുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും രണ്ടാമത്തെ ലംബോർഗിനി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലംബോർഗിനി നമുക്ക് തപ്പിപ്പോവാ. നമുക്ക് ഇനി അടുത്ത വണ്ടി കണ്ടുപിടിച്ചിട്ട് പോകേണ്ടി വരും. നമ്മളിപ്പോ കൊടുന്ന വണ്ടിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേസ്. അപ്പൊ നമുക്ക് ആ വണ്ടി എടുക്കാം. ഇതേതാണ്ടാ? ഇത് നമ്മളെ ഫോർഡ് എൻഡോവർ അല്ലേ? ഇതും ഇവിടെ കോളനി ആയ വല്ലാത്ത കഷ്ടം തന്നെയല്ലോ. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം. ചേട്ടാ വണ്ടി ഒന്ന് 2 മിനിറ്റ് ഒക്കെ തരുമോ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ കൊടുന്നേരാം. ഓക്കെ, ആ ചേട്ടനെ തട്ടിയിട്ടുണ്ട്. 3 വണ്ടി കേസ് നമ്മളിങ്ങനെ മേടിച്ചോണ്ടിരുന്നത്. ലാസ്റ്റ് എല്ലാവരും നമ്മളെ വീട്ടിൽ തെരഞ്ഞു വരുവാണാവും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇനി ഒരു ലംബോർഗിനി കൂടി മതി കേസ്. അതും കൂടി നശിപ്പിച്ചാൽ നമ്മളെ ടാസ്ക് കംപ്ലീറ്റഡ്. രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളങ്ങനെ 3ാമത്തെ ലംബോർഗിനി കണ്ടുപിടിച്ചിട്ടുണ്ട് കേസ്. ഇനി ഇതും കൂടി നശിപ്പിച്ചാൽ മതി. നമ്മളെ ടാസ്ക് കംപ്ലീറ്റഡ്. ആൾക്കായിട്ട് വേണം നമ്മളോട് രാവിലെ വന്ന് ഇടിച്ചിട്ടുണ്ടല്ലോ ഓനെ ഇടിച്ച് പഞ്ഞിക്കിടാന്. എന്തായാലും നമുക്ക് ഈ ലംബോർഗിനി നശിപ്പിക്കാം. എൻഡോവറും പൊട്ടിത്തെറിച്ച ഇതെല്ലാ വണ്ടി തന്നെയല്ലേ അവസ്ഥ. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ടാസ്ക് എന്തായാലും കംപ്ലീറ്റഡ് ആണ്. അവിടെ ഒരു ബുഗാട്ടി വരുന്നുണ്ട്. നമുക്ക് ആ ബുഗാട്ടി തൽക്കാലത്തിനാണ്ട് എടുത്തിട്ട് വീട്ടിലോട്ടാണ്ട് പോവാ. ചേട്ടാ ആ വണ്ടി ഒന്ന് തരും, ഞാൻ വീട്ടിലോട്ട് തന്നെ കൊടുന്നേരാട്ടാ. കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട, വണ്ടി ജീവനോടെ ഞാൻ കൊടുന്നേരാം. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവുക ഗൈസ്. നമ്മുടെ ടാസ്ക് എന്തായാലും കംപ്ലീറ്റഡ്. ഇനി ഓനെ പോയിട്ട് വേണം മരത്തിമ കയറ്റാൻ. അത്രക്ക് ദേഷ്യമുണ്ട്. ഹൾക്കിന്റെ പവർന്ന് വേഗം കിട്ടട്ടെ, ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഓനെ. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ വണ്ടി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. മറ്റേ ചേട്ടനെ ജീവണ്ടെങ്കിൽ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളും. എടാ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലേ? നമ്മൾ ഹൾക്കായില്ലല്ലോ. നമുക്ക് എന്തായാലും മെസ്സേജ് നോക്കട്ടെ.
അവിടെ മെസ്സേജ് ഒക്കെ പോയിക്കണ്. പറ്റിച്ചാ എന്താ അടിയിലൊരു കുപ്പി എടുക്കണ്, എന്തൊരു ഡ്രിങ്കാലോ. എന്തായാലും നമുക്ക് എടുത്ത് കുടിക്കണ നല്ലതാണ്ടല്ലോ. ഇനി ആരെങ്കിലും വേറെ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടാണ് നമുക്ക് എന്തായാലും എടുത്ത് കുടിച്ചോക്കെ. എന്തായാലും എടുത്ത് കുടിക്കട്ടെ. എടാ അത് കുടിച്ചപ്പോ എന്തോ നല്ല ഉറക്കം വരുന്നേ. നമുക്ക് എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. എന്തായാലും ആൾക്കാവാൻ പറ്റിയില്ല തോന്നുന്നു. പറ്റിച്ചടാവന്മാര്. ഈശേ, ആ സൂപ്പർമാനൊക്കെ വേഗമായി കിട്ടി. എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും എണിച്ചിട്ട് ആൾക്കാരുണ്ടെങ്കിൽ കാണാം. A few moments later. എന്താടാ ഒരു മാറ്റം പോലെ. എടാ നമ്മള് ആൾക്കായി. എടാ എനിക്ക് തോന്നണേ ആ ഡ്രിങ്ക് അതിനായിരുന്നു, ആൾക്കാവുള്ള ഡ്രിങ്ക് ആയിരുന്നു. ഓ നമ്മുടെ വീടിന്റെ ഫ്ലോറൊക്കെ പൊളിച്ചത് മേലോട്ട് എത്തി. ഇജാതി പവറാ. ഓ ഇനി ഓനായിട്ടുള്ള റിവെഞ്ച് ടൈമാണ് ഗൈസ്. ഇനി ഓനെ കാണട്ടെ. ഓൻ എവിടെയാണ്? അവിടെ തന്നെ ഉണ്ടാവും. ഓനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓന്റെ പൈസ എല്ലാം കൊടുക്കണം. ഓനെ മയ്യത്താക്കും. എവിടെ നമുക്ക് ആ വണ്ടി നശിപ്പിക്കാൻ പറ്റുമോ നോക്കിയേക്കാം. നമ്മൾ ചാടുമ്പോ തന്നെ ഇവിടെ ഒക്കെ കിടന്ന് പൊട്ടണ്. എടാ വണ്ടി എന്താ? ഈ വണ്ടിക്ക് നമ്മളായിട്ട് സ്പീഡ് ഉണ്ടാ. ഓടടാ. നമ്മളൊരു ചവിട്ട് ഒന്നും അങ്ങോട്ട് അടുത്തേക്ക് എത്തിയിട്ടില്ല, അപ്പത്തിനും പൊട്ടിത്തെറിച്ച്. നമുക്ക് ഈ ചേച്ചിനെ ഇടിച്ചിടാൻ പറ്റും നോക്കാം. ഇതെന്താടത്? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാ ഒരു ഡിക്ക് തെറിച്ചാ പോയവേ. ഇതെന്താ ചാടിയോട് തന്നെ വന്ന് നിക്കണ്. ഓനെ എനിക്ക് കിട്ടണ്ടി. ഓനെ എവിടെയാണോ? ഓനെ കിട്ടിയാണ്ടല്ലോ. ഓനെ മരത്തിമ കയറ്റണോ? മരത്തിമല്ലേ ഇവിടുന്ന് ഇടിച്ചാണ്ട് തെറിപ്പിച്ചിടണോ ഓനെ. അതാ ഓനെ അവിടുന്ന് വരുന്നുണ്ട് ഔട്ടായി. നമുക്ക് നോക്കിയേക്കാം. മിക്കവാറും ഓന് ഇവിടെ തന്നെ നടക്കണ്ടാവും ഗുണ്ടായിസം കാണിച്ചിട്ട്. ഓനൊന്ന് ശരിയാക്കി കൊടുത്തണ്ടി. ഇതെന്താ ചാടിയിട്ട് എത്താത്തത്? ഇതിന് നല്ല ഓടിപ്പോവല്ലോ. നമ്മൾ ചാടുമ്പോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടുണ്ടാ. അതാണ് വേറെ കാര്യം. അവിടെ ആദാ വരുന്നോന്. ഓനൊന്ന് ശരിയാക്കി കൊടുത്തണ്ടി. അവിടെ മച്ചാനെ അനക്കുള്ള ക്യാഷ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ആടാ ഹൾക്ക് തന്നെ. അതന്നെ ഞാൻ എന്നോട് പറയേണ്ട ശേഷം അതാ പിടിച്ചോ ക്യാഷ്. അല്ല പിന്നെ നമ്മളോട് അവന്റെ ക്യാഷ് വയ്ക്കല് മിക്കവാറും ഓൻ വടിയായിട്ടുണ്ടാവും. ഒരു ഇടിക്കോനെ ഇവിടെ മറ്റേ ജെറ്റ് പോണ പോലെ പോയിരുന്നു ഇവിടുന്ന്. നമുക്ക് എന്തായാലും അവന്റെ അടുത്തൊന്ന് പോയേക്കാം. അതാ കെട്ടിക്കണോനെ അവിടെ പഴംപൊരി പോലെ. അന്നതിന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണോ? ഇതൊക്കെ എന്തിനാ എന്നോട് ഞാൻ പറയണ്ടേ? ഞാൻ പോണ് അവിടെ കിടന്ന് ചാവ് എന്താ കാട്ടിക്കോ. ഞാൻ പോട്ടെ. ഇവിടെ ഒരു സമാധാനമായി ഗൈസ്. ഓനെ രാവിലെ നമ്മളൊന്ന് ഇടിക്കുമ്പോ ഓനക്കൊരു ഇതുണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഓനെ അടിച്ചിട്ട് അവിടെ കിടക്കുമ്പോഴേ ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പോലും. പിന്നല്ലേ എണിച്ച് പോവുക എന്താ കാട്ടിക്കോട്ടെ. നമ്മൾക്ക് ഇപ്പൊ റിവെഞ്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ അത്ര ഉള്ളൂ. ഈ ആൾക്കിന്റെ പവർ പോയ എത്ര പെട്ടെന്നു. അഞ്ഞിപ്പോ ആൾക്കിന്റെ പവർ പോയേണ്ട സീനൊന്നുമില്ല. അവനായിട്ടുള്ള റിവെഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാര ഡിഫൻഡർ? ഇത് നമ്മളെ ഡിഫൻഡർ തന്നെയല്ലേ. ഇതെങ്ങനെ പെങ്ങണ്ടെത്തി? ഇങ്ങനെ ആവട്ടെ. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. പക്ഷെ നമുക്ക് ഹൾക്കിന്റെ പോഷനെ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സൂപ്പർമാൻ ആവാനേ ഒന്ന് ഉറങ്ങിയപ്പോ ശരിയായി. ഇപ്രാവശ്യം പോഷനായിട്ട് തന്നത് അതാണ് നല്ലത്. കുഴപ്പമില്ല. 2 സെയിം തന്നെയാണ്. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ടാണ്ട് പോവാ. ഓനെന്താണോ ഓനവിടെ കാണാല്ലേ കഴിഞ്ഞു പോയിന്ന് തോന്നുന്നു. എങ്ങനെ വെച്ചാ പോയിക്കോട്ടെ. നമ്മക്കെന്ത് ഓനെ നമ്മളായിട്ട് തന്നെ ചെറിയാൻ വന്ന് നമ്മളങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റിവെഞ്ച് തന്നെ കൊടുക്കണം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എടാ ഇത് നമ്മളെ ഡിഫൻഡർ തന്നെ ഇരുന്നിട്ട് ഇതിപ്പോ ആരവിടെ കൊടുന്നിട്ട് എങ്ങനെയല്ല ആവട്ടെ. നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓനായിട്ടുള്ള റിവെഞ്ചും കംപ്ലീറ്റഡ്. പിന്നെ ഗൈസ് നമ്മൾ ഗ്രാനി കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തന്നെ കാണാം. ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.